താല്പര്യപ്പെടുമ്പോൾ ദൈവവചനം ഇவ்விதമാണ് എഴുതിയിരിക്കുന്നത്. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു എന്ന്. എന്നാൽ ഈ വചനം തന്നെ നമ്മൾ ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുവാൻ താല്പര്യപ്പെട്ടാൽ ദൈവവചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യെസ്, അഗെയിൻ ആൻഡ് അഗെയിൻ ദേ ടെംപ്റ്റഡ് ഗോഡ് ആൻഡ് ലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ എന്ന്. വചനത്തിന്റെ അർത്ഥം മനസ്സിലായോ? മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കുന്ന ഒരു അർത്ഥമാണ് ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. മുഷിപ്പിച്ചു എന്നല്ല വചനം പറയുന്നത്, പിന്നെയോ ദൈവത്തെ ഇസ്രായേൽ ചെയ്ത ചില പ്രവൃത്തികളാൽ പരിമിതപ്പെടുത്തിയ. എന്നാൽ ഈ വാക്യം ഇவ்விதം വായിച്ചാൽ അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് ഇவ்விதം ഗ്രഹിക്കുവാൻ നമുക്ക് ഇടവന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന, ദൈവത്തെക്കുറിച്ച് അറിവായിരിക്കുന്ന, ദൈവത്തെക്കുറിച്ച് വിശ്വസിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ഇതൊരു വെല്ലുവിളി ഉയർത്തുന്ന വാക്യമാണ്. കാരണം എന്തെന്നറിയാമോ? ദൈവൻ മറിയയോട് പറഞ്ഞതിൽ നിന്ന്, ലൂക്കോസ് 1:37 നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ദൈവത്തെ കൊണ്ട് സകലതും സാധ്യം എന്നുള്ള സത്യമാണ്. പരിമിതികളില്ലാത്ത, എന്തും ഏതു നേരത്തും ഏതു വിധത്തിലും ചെയ്തെടുക്കുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വചനം നമ്മളോട് പറഞ്ഞു തരുന്ന മർമ്മം എന്തെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന ചില പ്രത്യേക ക്രിയകൾ, അത് ഈ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളെ പിടിച്ചു കെട്ടുവാൻ ശക്തിയുള്ള ക്രിയകളാണെന്നാണ്. യഥാർത്ഥമായും ദൈവത്തിന്റെ കരങ്ങളെ അവ കെട്ടുമെന്ന് മാത്രമല്ല, ദൈവം ആഗ്രഹിച്ചാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിടുതൽ പകരുവാൻ കഴിയാതെ, അനുഗ്രഹം പകരുവാൻ കഴിയാതെ അവന്റെ കരങ്ങൾ ബന്ധിക്കപ്പെടുവാൻ നമ്മൾ ചെയ്യുന്ന ചില ക്രിയകൾ ഇടവരുത്തുമെന്നാണ്. ഇത് മനസ്സിലായി കഴിയുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉറ്റുനോക്കേണ്ടുന്നത് ആവശ്യമാണ്. കാരണം എന്തെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ആരും ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയില്ല. അറിഞ്ഞുകൊണ്ട് ആരും വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയില്ല. പിന്നെയോ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങളാകാം ഇതിനൊക്കെ കാരണമാകുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു വിടുതൽ എടുക്കണമെങ്കിൽ, ദൈവശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുവാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അഴിച്ചുവിടുവാൻ, റിലീസ് ചെയ്യുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ചെയ്യേണ്ടുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയെയും വചനമാകുന്ന കണ്ണാടിയിൽ കണ്ട് വചനപ്രകാരം വിലയിരുത്തി ക്രമീകരണം എവിടെയൊക്കെ ഏറ്റെടുക്കണമോ അതെല്ലാം ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അല്ലഞ്ഞാൽ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ രക്ഷണ പ്രവൃത്തി ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, അവന് മാത്രം നൽകാവുന്ന വിടുതൽ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയാതെ വരും. എന്തൊക്കെയാണ് ഇவ்விதമുള്ള ക്രിയകൾ? ഇതിനെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. സമയം ഉള്ളിടത്തോളം ഇന്ന് ഞാൻ പങ്കുവയ്ക്കാം. തുടർന്ന് അടുത്ത പ്രോഗ്രാമിൽ ഇതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ചാലും സംഖ്യാപുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശം ആകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യമല്ലന്മാരെയും കാണുവാൻ ഇടയായി. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. വചനം പറഞ്ഞത് ശ്രദ്ധിച്ചോ? എന്തിനെക്കുറിച്ചായി പ്രതിപാദിക്കുന്നതെന്ന് അറിയാമോ? ഇസ്രായേൽ മക്കളുടെ 30 ലക്ഷം വരുന്ന സഭ, അവര് അടിമ വീടായിരുന്ന മിസ്രൈമിൽ നിന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് അടിമ വീടിനെ വിട്ട് 40 സംവത്സരം മരുഭൂമിയിലൂടെ അത്ഭുതകരമായ ഒരു യാത്രയെ പൂർത്തീകരിച്ച് വാഗ്ദത്ത കനാന്റെ, അവർ കാത്തിരുന്ന കനാന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ് വചനഭാഗം ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്താ ഈ പ്രതിപാദിക്കുന്ന വിഷയം? ശ്രദ്ധിക്കുക. വചനം പറയുന്നു, അനുഗ്രഹിക്കപ്പെടുന്ന ആ പൂർത്തീകരണത്തിന്റെ കനാനായിരിക്കുന്ന ഈ അനുഗ്രഹ കനാനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ കനാന്റെ പടിവാതിൽക്കൽ വന്ന് നിന്നു കഴിഞ്ഞപ്പോൾ, ഇവർ ഗോത്രങ്ങൾ 12 ഉള്ളത് കൊണ്ട് 12 ഗോത്രങ്ങളുടെയും ഒരു പ്രതിനിധിയെ വെച്ചെടുത്ത് 12 ചാരന്മാരെ ഈ ദേശം ഒറ്റുനോക്കുവാൻ തക്കവണ്ണം ദേശത്തിന്റെ ഉള്ളിലേക്ക് അയക്കുവാനിട വന്നു. അവർ ദേശത്തെ പോയി കണ്ടു, ദേശനിവാസികളെ കണ്ടു, അവിടെയുള്ള പാലും തേനും ഒഴുകുന്ന അനുഭവത്തെക്കുറിച്ച് കാണുവാനിടയായി. എന്നിട്ട് അവർ മടങ്ങി വരുന്നതിനെ കുറിച്ച് വചനം പറയുകയാണ്. പക്ഷെ തിരുവചനം പറയുന്നു, അങ്ങോട്ട് പോയത് ഈ 12 പേരും ഒറ്റ ഗ്രൂപ്പായിട്ടാണെങ്കിലും മടങ്ങി വന്നപ്പോൾ അവർക്ക് മധ്യത്തിൽ ഒരു ഗ്രൂപ്പിസം വെളിപ്പെടുവാനിടയായി. അവർ 10ന്റെ ഒരു ഗ്രൂപ്പായി, 2ന്റെ മറ്റൊരു ഗ്രൂപ്പായി വിഭജിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവന്നു. എന്തായിരുന്നു വ്യത്യാസം എന്നറിയാമോ? 10 പേർ അകത്തു കണ്ട ആ കനാൻ ദേശത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ദുർവർത്തമാനവുമായിട്ടാണ് മടങ്ങി വന്നത്.
യോശുവയും കാലേബും എന്ന് പറയുന്ന 2 ഭക്തന്മാർ മാത്രം, ഈ 12-ൽ 2 പേർ മാത്രമാണ് ഒരു സദ്വർത്തമാനം, ദൈവവിശ്വാസമുള്ള വർത്തമാനം പറയുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ ശ്രദ്ധിക്കുമാറാകണം ദൈവമക്കളെ, ഈ 10 പേർ വന്ന് പറഞ്ഞ ദുർവർത്തമാനത്തിന്റെ കാര്യമാണ് ഈ വാക്യങ്ങൾ പ്രതിപാദിക്കുവാൻ ഇടവന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് അവർ പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ. നമ്പർ 1, അവർ പറയുകയാണ് കനാൻ നിവാസികളെ തിന്നു കളയുന്ന ദേശമാണ്. രണ്ടാമത് അവർ പറഞ്ഞു ഇത് അനാഖ്യ മല്ലന്മാരുടെ വലിയ പ്രതിസന്ധികളുടെ ഒരു ദേശമാണ്. മൂന്നാമത് ഇത് പറയുകയാണ് നാം വെട്ടുക്കളിയെന്ന് നമ്മെ തോന്നിക്കുന്ന ഒരു ദേശമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ആൾക്കാർ, കഴിവില്ലാത്ത ആൾക്കാർ, നമ്മുടെ ബലഹീനതകളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുത്തുന്ന ഒരു ദേശമാണിത്. പക്ഷേ ശ്രദ്ധിക്കണം, കണ്ടതും കേട്ടതും വെച്ച് അവർക്ക് യഥാർത്ഥമെന്ന് തോന്നിയ ഒരു ചിത്രം ഇസ്രായേൽ മഹാസഭയ്ക്ക് മുമ്പിൽ അവർ വിളമ്പുവാൻ തക്കവണ്ണമിടയാകുമ്പോൾ ഇത് ദൈവം എടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം തന്റെ കാഴ്ചപ്പാട് വെച്ച് ഈ ദുർവർത്തമാനത്തെ വിലയിരുത്തുമ്പോൾ അവർ പറഞ്ഞതിന് ഒരു സാരാംശമേ ഉള്ളൂ, ദൈവം കള്ളനാണ് എന്ന്. കാരണം എന്തെന്നറിയാമോ? ദൈവം അവരോട് പറഞ്ഞത് കനാൻകൽ എത്തുമ്പോൾ കനാനെ അവകാശമായി ഈ മക്കൾക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അവിടെ ചെന്ന് അത് കിട്ടത്തില്ല എന്നിവർ പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? ദൈവം പറഞ്ഞത് ചെയ്യുവാൻ കഴിവില്ലാത്തവനാണ്, ദൈവം ഒരു കള്ളനാണ് എന്ന് അവർ പറയുകയാണ്. ഈ കനാൻ നമുക്ക് അനുഗ്രഹത്തിന്റെ അനുഭവമാകത്തില്ല, ഇവിടെ നമ്മുടെ ഒരു ശവക്കുഴിയായി മാറുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന്. എന്നാൽ ശ്രദ്ധിക്കണം ദൈവത്തിന്റെ പൈതലേ, നമ്മളെ മനസ്സിലാക്കണം, തങ്ങളുടെ പ്രശ്നം വലുതെന്നും തങ്ങൾ വളരെ ചെറുതെന്നും യഥാർത്ഥമായി ഇവർ പറയുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഇവിടം വരെ എത്തിച്ച ഈ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ആദ്യം മുതലുള്ള പദ്ധതി എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കുവാൻ ഇടയാകണം. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിന് യഥാർത്ഥമായും തന്റെ ജനത്തെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുക എന്നതായിരുന്നു ആരംഭത്തിലെ പദ്ധതി. ആ പദ്ധതിയോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ഈ വിടുതലിന്റെ പ്രവൃത്തി 40 സംവത്സരത്തെ ഒരു മരുഭൂ യാത്രയിലൂടെ തികച്ചെടുക്കുമ്പോൾ കനാന്റെ പടിവാതിൽക്കൽ എത്തിച്ച് അവിടെ വെച്ച് പട്ടുപോകുവാൻ ഇടവരുത്തുകയല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം ഈ കനാനെ മുഴുവൻ ഇസ്രായേൽ മക്കൾക്ക് നൽകി കൊടുക്കുവാൻ ആഗ്രഹിച്ച ദൈവമാണ്. അവിധമായിരിക്കുമ്പോൾ ഒന്ന് നോക്കുക ദൈവത്തിന്റെ പൈതലേ, ഈ 40 വർഷങ്ങളിലൂടെ അനവധി അത്ഭുതങ്ങൾ ദൈവം തന്റെ ജനത്തെ കാണിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു എന്നറിയാമോ? ചെങ്കടൽ പോലത്തെ വലിയ തടസ്സങ്ങൾ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ തടസ്സങ്ങളിൽ വഴി മുമ്പോട്ട് പോകുവാൻ ഒന്നും കാണാതെ ഈ ജനം കുടുങ്ങിക്കിടന്നപ്പോൾ വഴിയില്ലാത്തടത്ത് വഴി ഒരുക്കിയവനാണ് ഈ ദൈവം. മാറായ മധുരമാക്കിയത്, ആകാശം തുറന്ന് അവർക്ക് വേണ്ടി ആഹരിക്കുവാൻ മന്ന പൊഴിച്ചത്, കാടപ്പക്ഷിയെ കയ്യെത്തും ദൂരത്ത് പറന്നു നിർത്തിയത്, എത്ര 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 അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായി. ഈ ജനം വളരുമ്പോൾ അവരോടൊപ്പം അവരുടെ ചെരുപ്പ് ഉടുപ്പും വളരുമാറാക്കിയ അത്ഭുതകാരണനാണ് അവർ സേവിക്കുന്ന ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് എത്ര തവണ ഈ ദൈവം അതിശയകരമായി അവരെ മുന്നോട്ട് നടത്തുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യുമ്പോൾ 40 സംവത്സരത്തെ ഈ മരുഭൂ യാത്രയിലൂടെ എന്താ ദൈവം വെളിപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. എന്താ അവൻ പറയുന്നതെന്നറിയാം? ഒന്നാമത് ദൈവം ഈ ജനത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, വാഗ്ദത്തം നിങ്ങൾ കേട്ടുവോ? വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണോ? അത് നിവർത്തിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ അനിവാര്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ പാഠം, നിങ്ങൾക്ക് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കണമെങ്കിൽ അതിന് ദൈവത്തിന്റെ സാന്നിധ്യവും സഹായവും അനിവാര്യമാണ്. ദൈവത്തെ ഒഴിച്ചു വെച്ചിട്ട് ദൈവമില്ലാത്തൊരു ജീവിതം നയിച്ചിട്ട് ഒരിക്കലും കേട്ട വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകുകയില്ല, ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്, ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങളുടെ മുമ്പിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ പ്രാർത്ഥിപ്പാൻ ഇടകൊടുത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അത്ഭുതം ചെയ്യുന്ന ദൈവം അവരോട് പറയുകയാണ്, വാഗ്ദത്ത നിവർത്തിക്ക് നിങ്ങൾ കാത്തിരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ദൈവിക സഹായത്തിന് ആവശ്യകത പലയാവർത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെങ്കിലും ഇത്രയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഞാന് നിങ്ങളിൽ നിന്ന് വെറും ഒരു പ്രാർത്ഥനയുടെ ദൂരം മാത്രമകലെയാണ്. ഒന്ന് നിലവിളിച്ചാൽ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളാം എന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ പ്രാർത്ഥിച്ച് വിളിച്ചാൽ ഞാൻ നിന്റെ പ്രശ്നത്തിന് മധ്യത്തിലേക്ക് കടന്നു വരാം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം, നിശ്ചയമായി ഞാൻ നിന്നെ സഹായിച്ചോ വിടുവിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ലെസൺ വാസ് എ നെസസിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആവശ്യകത തന്റെ ജനത്തിന് അവൻ മനസ്സിലാക്കി കൊടുത്തു. രണ്ടാമത്തെ കാര്യം വാസ് ദി അവൈലബിലിറ്റി ഓഫ് ഗോഡ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രവൃത്തിയിൽ ശക്തനായി, ആലോചനയിൽ ഭയങ്കരനായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അവർക്കൊരു ബോധ്യം കൊടുത്തു. ഹല്ലേലൂയ. മൂന്നാമത്, ഓരോ അത്ഭുതവും, അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ഓരോ അത്ഭുതവും കാണിച്ചുകൊണ്ട് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ സർവശക്തനാണ്.